എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്, ഇന്ന് നമുക്ക് ഒപ്പീനിയൻ നോക്കാം. ഒപ്പീനിയൻ, നിങ്ങളെക്കുറിച്ചുള്ള ഒപ്പീനിയനും നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള ഒപ്പീനിയനും അത് നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ലല്ലോ അല്ലേ? അവർക്ക് അവരുടെ തേർഡ് പേഴ്സണെ പറ്റി എന്താണ് അഭിപ്രായം എന്നും കൂടെ നമുക്കറിയണ്ടേ അല്ലേ? ഒരു കമ്പാരിസൺ ആവാം അല്ലേ? അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഇതൊരിക്കലും നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഒരു പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ സിറ്റുവേഷനൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പം റീഡിങ്ങിലേക്ക് പോകാം. ന്യൂട്രലായിട്ട് മാത്രം റീഡിങ് കാണുക, മനസ്സ് സമാധാനമായിട്ട് വെക്കുക കേട്ടോ. ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം ഈ റീഡിങ്ങിനെ എടുത്താൽ മതി. ഓക്കെ, അതായത് ഓവറായിട്ട് അപ്സെറ്റ് ആവുകയോ ഓവറായിട്ട് സന്തോഷിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. റീഡിങ്ങിലേക്ക് പോകാം. ഇത് നിങ്ങളോട് പറ്റിയുള്ള ഒപ്പീനിയൻ, ഇത് നിങ്ങളുടെ തേർഡ് പേഴ്സണെ പറ്റിയുള്ള ഒപ്പീനിയൻ. ഓക്കെ, ആദ്യം നിങ്ങളുടെ ഒപ്പീനിയൻ രണ്ടും ഒരുമിച്ച് തന്നെ എടുത്തിട്ട് അങ്ങനെ നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിന് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയുണ്ട്, അവർക്കും ഇവരെ സ്നേഹമാണ്. ആ പേഴ്സൻ്റെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ യഥാർത്ഥത്തിലുള്ള അഭിപ്രായം എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അഭിപ്രായം, ഒപ്പീനിയൻ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരും. എടുക്കുകയാണ്. എംപറർ, കോംബോ, 3 of Wands, 6 of Swords, World, 4 of Wands, 3 of Cups, 7 of Pentacles, Lovers, Ace of Cups, Hierophant, Page of Cups, Chariot, bottom of the deck വന്ന King of Wands. ഓക്കെ, ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള അഭിപ്രായം ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. അവരെക്കുറിച്ച് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അഭിപ്രായം അവരുടെ തേർഡ് പേഴ്സണെ കുറിച്ച് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ അഭിപ്രായം അവരുടെ തേർഡ് പേഴ്സണെ കുറിച്ച് എന്താണ്? എടുക്കാണേ. 3 of Cups, ഓക്കെ. 2 of Cups, ഓക്കെ. Hanged Man, 2 of Swords, 2 of Swords, Hanged Man, okay. Hermit, Page of Wands, Temperance, 6 of Cups, Ace of Swords, 3 of Wands, 5 of Swords, Emperor, Page of Cups, bottom of the deck കേട്ടോ. മിക്സ്ഡ് ഇമോഷൻസ് ആണ്, മിക്സ്ഡ് ഒപ്പീനിയൻസ് ആണ് രണ്ട് കൂട്ടർക്കും തന്നെ വന്നിരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നത്, നിങ്ങൾ സമൂഹത്തിൽ കുറച്ച് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളെ 4 പേർക്ക് അറിയാം എന്ന് അവർ കരുതുന്നുണ്ട്. നിങ്ങളുടെ ജോലിയിലൊക്കെ നിങ്ങൾ അറിയപ്പെടുന്ന ആളാണ്, റെസ്പെക്റ്റ് കിട്ടുന്ന ആളാണ് എന്ന് കരുതുന്നുണ്ട്. സോഷ്യൽ സ്റ്റാറ്റസ്, സോഷ്യൽ ഇമേജിനെ പറ്റിയിട്ട് അല്പം ബോധേഡ് ആയിട്ടുള്ള ആളാണ് എന്നും കാണുന്നു. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അതേസമയം സ്വല്പം ഈഗോ കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ. സ്വല്പം ദേഷ്യമുണ്ട്, സ്വല്പം അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾ അടിച്ച് പറയും, കാര്യങ്ങൾ പറയുമ്പോൾ അടിച്ച് പറയുന്ന രീതിയിൽ, തറപ്പിച്ച് പറയുക എന്ന് പറയില്ലേ, അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ കരുതുന്നുണ്ട് കേട്ടോ.
അതേപോലെ പലരും ലോങ് ഡിസ്റ്റൻസിലാണെന്ന് കാണുന്നു. ഒരു എന്താ പറയുക, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അതെ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ, ഫ്യൂച്ചർ പ്ലാനിങ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന നിങ്ങളുടെ സ്വഭാവത്തിലില്ല. ഓക്കെ, ഇരുന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കാര്യങ്ങൾ കണ്ട് അതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് എന്നവർ കരുതുന്നുണ്ട്. ആ സ്വഭാവമൊക്കെ അവർക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ടാക്കുന്ന സ്വഭാവമാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് എന്നും കാണുന്നുണ്ട്. കൂടുതലായും എബ്രോഡ്, നാട്ടിൽ അങ്ങനെ കൂടുതലായും കണ്ടിന്യൂസ് ആയിട്ട് ട്രാവൽ ചെയ്യാറുണ്ട് എന്ന് കാണുന്നു. ഓക്കെ, അറ്റ്ലീസ്റ്റ് നിങ്ങൾ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ഡിസ്റ്റൻസ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് പോലെ. ഓക്കെ, ട്രാവൽ ചെയ്ത് വന്ന് വേണോ ആയിരിക്കും പരസ്പരം കാണേണ്ടവ, രണ്ട് സ്ഥലത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതേപോലെ വെള്ളം കൂടുതലായിട്ട് ഉള്ള സ്പേസിലായിരിക്കണം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ഇരിക്കുന്നത്, രണ്ടുപേരും തന്നെ ആയിരിക്കാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് ട്രാവലിംഗ് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോസസ്സിൽ എന്താ പറയുക, ടയേർഡാവുന്നതായിട്ട്, എക്സോസ്റ്റഡ് ആയി പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇവിടെ കണ്ടിന്യൂസ് ട്രാവലിംഗ് ആണ്, വർക്കാണ്, അപ്പോൾ അതിൽ ടയേർഡായി പോകുന്നു എന്നവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഓവർ എക്സേർഷൻ നിങ്ങൾ എടുക്കാറുണ്ടെന്നർത്ഥം. അതേപോലെ 4 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇവൻറ്റിൻ്റെയും ജീവൻ നിങ്ങളാണ് എന്നവർക്ക് തോന്നാറുണ്ട്. വളരെ പോസിറ്റീവായിട്ടൊരു വ്യക്തിയാണ് നിങ്ങൾ എവിടെ ചെല്ലുന്നോ അവിടം സജീവമാക്കും. ഇപ്പോൾ ഒരു ഇവൻറ്റിലാണ് നിങ്ങൾ പങ്കെടുക്കുന്നത്, അത് ചുമ്മാ പോയി അറ്റൻഡ് ചെയ്യാതെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ജീവനായി മാറുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവർ കരുതുന്നത്, ഇവർക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഒരു മീറ്റിങ്ങിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങളായിരിക്കും. ഇപ്പോൾ ഒരു കല്യാണത്തിനാണ് നിങ്ങൾ പോകുന്നത്, ഒരു ഗസ്റ്റിനെ പോലെ മാറി നിൽക്കാതെ നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായി എല്ലാ കാര്യങ്ങളിലും സജീവമായി പങ്കെടുത്ത് അവരിൽ ഒരാളായി മാറുന്ന ഒരവസ്ഥ. ഓക്കെ, ആ ഒരു സ്വഭാവമൊക്കെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് എല്ലാവരെയും ഹാപ്പി ആക്കി നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവർക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യുന്ന, ഫ്രണ്ട്സിന് വേണ്ടി ജീവനും കൊടുക്കാൻ തയ്യാറാവുന്ന വ്യക്തിയാണ് എന്നും ഇവർ കരുതുന്നുണ്ട് കേട്ടോ. ഒരു ബിഗ് നമ്പർ ഓഫ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവും എപ്പോഴും. നിങ്ങളുടെ ഒരു ആവശ്യമുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത് കേട്ടോ. വെരി സ്ട്രോങ് ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് ഇവർ കരുതുന്നത്. ജോലിയിലാവട്ടെ, ജോലിയിലും നിങ്ങൾ വളരെ പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ് എന്ന് ഇവർ കരുതുന്നുണ്ട്. ഹാർഡ് വർക്കറാണ്, നല്ലോണം പണിയെടുക്കാൻ താല്പര്യമുള്ള, ഒട്ടും മടിയില്ലാത്ത വ്യക്തിയാണ് എന്ന് തന്നെ ഇവർ കരുതുന്നുണ്ട്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ വളരെ മിടുക്കുള്ള വ്യക്തിയാണ് എന്നും ഇവർ കരുതുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഫൈനാൻഷ്യൽ റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് ഇവരെ ഗൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നവർ കരുതുന്നുണ്ട്. ഓക്കെ, ലവേഴ്സ് വെച്ച് ഒരുപാട് സ്നേഹം ഉള്ള വ്യക്തിയാണ്. അവരെ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് സ്നേഹം കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ തന്നെയാണ് അവർക്ക് തോന്നാറുള്ളത്. അതുപോലെ നിങ്ങളവരെ സ്നേഹിക്കാറുണ്ട്, കെയർ ചെയ്യാറുണ്ട്. ഏസ് ഓഫ് കപ്സ് അത് തന്നെയാണ്. ഏസ് ഓഫ് കപ്സ് നിങ്ങൾക്ക് അവരോടുള്ള ആ അതിതീവ്രമായ സ്നേഹം അവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. ഓക്കെ, ഹെയറോഫൻറ്റ് വെച്ച് കുറച്ച് റിലീജിയസ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ, സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് എന്നും ഇവർക്ക് തോന്നാറുണ്ട്. അതേപോലെ ഒക്കൾട്ട് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കും. അതായത് ആസ്ട്രോളജി, ന്യൂമറോളജി, ടാരോ റീഡിങ്, അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലുള്ള ടാരോ റീഡിങ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട്, അങ്ങനെ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള, ഈവൻ ടീച്ചേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഗുരുസ്ഥാനീയരായിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഓക്കെ, അതേപോലെ 4 പേർക്ക് ഉപദേശം പറഞ്ഞു കൊടുക്കുക, അങ്ങനെ സ്പിരിച്വലായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള പ്രീസ്റ്റ്ഹുഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അത് ഏത് വിഭാഗത്തിലായാലും പ്രീസ്റ്റ്ഹുഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതേപോലെ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന, അങ്ങനത്തെ സ്പിരിച്വലി കുറച്ച് ഉയർന്നു നിൽക്കുന്ന വ്യക്തിയാണ് എന്ന് കാണുന്നുണ്ട്. ഓക്കൾട്ട് റിലേറ്റഡ് ആയിട്ട് ആസ്ട്രോളജി, ന്യൂമറോളജി, അതുപോലത്തെ കാര്യങ്ങൾ, ടാരോ റീഡിങ്, അതിലൊക്കെ സജീവമായിട്ട് ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, എന്നിവർ കരുതുന്നുണ്ട്. നിങ്ങൾക്ക് അതിലൊക്കെ കുറച്ച് വിശ്വാസമുണ്ട് എന്നുള്ള രീതിയിൽ. നിങ്ങൾ വളരെ മനോഹരമായി സംസാരിക്കുന്ന വ്യക്തിയാണ് എന്നും ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന രീതി, മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവ്, അതെല്ലാം, നിങ്ങളുടെ ശബ്ദം മനോഹരമായിരിക്കും. അത് ഇവർക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങളെ കേൾക്കാൻ അവർക്ക് ഇഷ്ടമാണ്.
അങ്ങനെ ആ ഒരു രീതി. അതുപോലെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് ആവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇവർക്ക് വളരെ ഇമ്പ്രസീവായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ മിടുക്കുള്ള വ്യക്തിയാണ് എന്നും ഇവരെ കരുതാറുണ്ട്. ഒന്ന് തീരുമാനിച്ചാൽ അത് മാറ്റാറില്ല. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നും അവരെ കരുതുന്നു കേട്ടോ. നിങ്ങൾക്ക് പറ്റില്ല പറഞ്ഞാൽ പറ്റില്ല തന്നെയാണ്. ഓക്കെ, അല്ല നിങ്ങൾ കൂടെ ഉണ്ടെന്ന് തീരുമാനിച്ചാൽ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ള വ്യക്തിയാണ് എന്ന് തന്നെ ഇവർ കരുതുന്നുണ്ട്. കിങ് ഓഫ് വാൻസ് വെച്ച് നിങ്ങളെ അടിമുടി ഇവർക്ക് ഇഷ്ടമാണ് എന്ന് പറയാം. നിങ്ങളുടെ പെരുമാറ്റം, സംസാരം, നിങ്ങളെ കാണാനാവട്ടെ, നിങ്ങളുടെ ജോലിയിലുള്ള കഴിവാകട്ടെ, പൊതുവേ നിങ്ങൾ വീട്ടിലും സമൂഹത്തിലും പെരുമാറുന്ന രീതി നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഇവർക്ക് ഒരുപടി മേലെ ഇഷ്ടമാണ് എന്നർത്ഥം. ഓക്കെ, റെസ്പെക്റ്റോ കലർന്ന ഒരു സ്നേഹമാണ് അവർ നിങ്ങൾക്കായിട്ട് കീപ്പ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഒപ്പീനിയൻ നിങ്ങളെക്കുറിച്ച്. അതിന് നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള അവരുടെ അഭിപ്രായം നോക്കാം. നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചും അവർ ചിന്തിക്കുന്നത് അവരും ഇതേപോലെ ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യുന്ന വ്യക്തി തന്നെയാണ്. ഒരുപാട് ഔട്ട് ഗോയിങ് ആയിട്ടുള്ള, പ്ലസൻ്റായിട്ട് സംസാരിക്കുന്ന, അങ്ങനത്തെ ഒരുപാട് ഫ്രണ്ട്ഷിപ്സ് കീപ്പ് ചെയ്യുന്ന ആൾ തന്നെയാണ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്നും ഇവർ കരുതുന്നുണ്ട് കേട്ടോ. 2 ഓഫ് കപ്സ് വെച്ച് അവർ നിങ്ങളുടെ പേഴ്സണെ കെയർ ചെയ്യാറുണ്ട്. ഓക്കെ, കെയറിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. ഓക്കെ, അതെന്ന് വെച്ചാൽ തേർഡ് പേഴ്സൻ്റെ അടുത്ത് അങ്ങനെ പറയത്തക്ക ഒരു മനസ്താപം ഈ പെർട്ടിക്കുലർ കേസിൽ ആർക്ക് തോന്നുന്നില്ല എന്നർത്ഥം. അവിടെ ഓക്കെയാണ്. 2 ഓഫ് സോർട്സ് പറയുമ്പോൾ ക്രോസ് റോഡ് സിറ്റുവേഷനിലാണെങ്കിലും ഇവരെ അതുകൊണ്ടാണ് ഇവർ ഈ ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിങ്ങൾക്കായിട്ട് വന്ന് നിൽക്കേണ്ടുന്നൊരു സ്ഥിതി വരുന്നത്. മനസ്സിലായോ? കാരണം നിങ്ങളുടെ തേർഡ് പേഴ്സൺ അവരുടെ അടുത്ത് സ്നേഹമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് അവർ വരുന്നതിൽ ഒരു ക്രോസ് റോഡിലായി പോകുന്നു. അപ്പുറത്ത് സ്നേഹമില്ലാതെ ടോട്ടലി ഒരു കട്ട് ഓഫ് സിറ്റുവേഷൻ ആണെങ്കിൽ അവരൊന്നും ആലോചിക്കാതെ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലേ. പക്ഷേ അവിടെ ആ ഒരു ക്രോസ് റോഡാണ്. കാരണം അവിടെ സ്നേഹക്കുറവ് കാണുന്നില്ല. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ അവർ ആ റിലേഷനിൽ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടുന്ന ഒരു സ്ഥിതിയാണ് എന്ന് ആണ് അവർ കരുതുന്നത് കേട്ടോ. ആ സ്നേഹം തട്ടിക്കളഞ്ഞിട്ട് വരാൻ അവർക്ക് പറ്റാത്തൊരു സ്ഥിതി, അങ്ങനെയാണ് അവർ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, മറ്റു വെച്ച് പൊതുവെ നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഒരു ലോണറാണ്. അവർ അധികം സംസാരിക്കാത്ത ഒരു വ്യക്തിയായിരിക്കും. ഇവരുടെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ പൊതുവെ കുറച്ച് സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും കേട്ടോ. സ്വതേ അവരുടെ ചിന്തകളിൽ മുഴുകി അങ്ങനെ അവരുടേതായിട്ടുള്ള ഒരു ലോകത്തിൽ ഇരിക്കുന്ന വ്യക്തികളായി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുമ്പോൾ ഔട്ട് ഗോയിങ് ആയിരിക്കും. പക്ഷേ സ്വതേ അവർ ആ ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴും സ്വന്തം ചിന്തകളിൽ കുറച്ച് മുഴുകുന്ന ഒരു വ്യക്തിയാണ് എന്നവർക്ക് തോന്നാറുണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ തേർഡ് പേഴ്സണ് ഒരു വിഷമമുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് തോന്നാറുണ്ട് കേട്ടോ. നിങ്ങളുടെ തേർഡ് പേഴ്സണും നന്നായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തി തന്നെയാണ് എന്ന് തന്നെയാണ് അവർ കരുതുന്നത് കേട്ടോ. എന്നുവെച്ചാൽ എന്താ പറയുക, മനോഹരമായി സംസാരിക്കാൻ അറിയാം. മറ്റുള്ളവരെ സംസാരിച്ച് എന്താ പറയുക, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഒക്കെ ഉള്ള കഴിവ് നിങ്ങളുടെ തേർഡ് പേഴ്സണും ഉണ്ട് എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ വളരെ റിലീജിയസ് ആയിട്ട് ഒരു വ്യക്തിയുമായിരിക്കാം കേട്ടോ. സ്പിരിച്വലി കുറച്ച് കൂടുതലായിട്ട് പ്രയർ ഗ്രൂപ്പ്സിലൊക്കെ കൂടുതൽ പോകുന്ന, സത്സംഗം, അങ്ങനത്തെ പ്രാർത്ഥനകൾ, പള്ളി അല്ലെങ്കിൽ അമ്പലം എന്നൊക്കെ പറഞ്ഞ് കുറേ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നും ചിലർ കരുതുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ തേർഡ് പേഴ്സണും അവരും കുറേ കാലമായിട്ടുള്ളൊരു റിലേഷനാണ് എന്നും കാണുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇവരുടെ ഇടയിൽ ഓർമ്മകളുണ്ട്. ഓക്കെ, ഒരു സമയത്ത് നല്ല റിലേഷൻ ആയിരുന്നു ഇവരുടെ ഇടയിൽ എന്ന് കാണുന്നുണ്ട്. ആ ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ആ ഓർമ്മകൾ ഇവർ കീപ്പ് ചെയ്യാറുമുണ്ട്. ഇവരുടെ തേർഡ് പേഴ്സൺ ആ ഓർമ്മകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുന്ന വ്യക്തിയുമാണ് എന്ന് ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. പഴയ കാര്യങ്ങളൊക്കെ ഇവരെപ്പോഴും പറയാറുണ്ടായിരിക്കും. ആ ഓർമ്മകളിൽ വെച്ച് അവർ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ള രീതി. നിങ്ങളുടെ തേർഡ് പേഴ്സണ് എന്താ പറയുക, ഒരു റിയാലിറ്റി ചെക്ക് സോർട്ട് ഓഫ് ലൈക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ അവരല്ലാതെ മറ്റൊരാൾ കൂടി ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു റിയലൈസേഷൻ നിങ്ങളുടെ തേർഡ് പേഴ്സണ് കിട്ടിയിട്ടുണ്ട്. ഒരു ഡൗട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഈസ് ഓഫ് സോർട്സും 3 ഓഫ് വാൻസും രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ തേർഡ് പേഴ്സണും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാം. പക്ഷേ എന്നാൽ പോലും നിങ്ങളുടെ തേർഡ് പേഴ്സണ് ഒരു സംശയം അവിടെ തോന്നാറുണ്ട്. അവരുടെ ലൈഫിൽ മറ്റൊരാളുണ്ടോ, മറ്റൊരു തേർഡ് പേഴ്സൺ ഉണ്ടോ എന്ന്
അവർ രണ്ടുപേരും അല്ലാതെ മൂന്നാമതൊരാൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിലുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സണ് സംശയം, നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പേഴ്സണ് തോന്നാറുണ്ട് എന്നും നമുക്ക് പറയേണ്ടി വരും. നിങ്ങളുടെ പേഴ്സണും അറിയാം കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ സംശയിക്കുന്നുണ്ട്, അവർക്കറിയാം എന്ന്, അവർ ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണും തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ അവർ തുറന്ന് ചോദിച്ചിട്ടൊന്നുമില്ല, നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് തുറന്ന് ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സണ് നല്ല സംശയമുണ്ട്, അവർക്കറിയാം എന്നുള്ളത്. ഓക്കെ, അവർ കാര്യം അറിഞ്ഞിട്ട് ചോദിക്കാതിരിക്കുകയാണ് എന്നൊരഭിപ്രായം അവർക്ക് ഉണ്ട്. ഓക്കെ, കാരണം സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, അവരുടെ തേർഡ് പേഴ്സൺ സ്ട്രെസ് ആവുന്നതായിട്ട് ഇവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എന്നും കാണുന്നു. ഉറക്കമില്ലായ്മ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. രാത്രിയൊക്കെ എണീറ്റിരുന്ന് ബുക്ക് വായിക്കുക, വേറെ എന്തെങ്കിലും ചെയ്യുക, ഉറക്കമില്ലാതിരിക്കുക, ടി വി കാണുക, അങ്ങനെയൊക്കെ ഇവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ ബിഹേവിയറിൽ ചേഞ്ചസ് വന്നിരിക്കുന്നതായിട്ട്. അതേപോലെ നിങ്ങളുടെ പലർക്കും തോന്നാറുണ്ട് അവരുടെ തേർഡ് പേഴ്സൺ കുറച്ച് കൺട്രോളിങ് നേച്ചറുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത്. എന്താ പറയുക, കുറച്ച് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അതിനെക്കുറിച്ചൊക്കെ വളരെ ചിന്തിക്കുന്ന വ്യക്തികളാണ് എന്നും തോന്നുന്നുണ്ട്. കാരണം അവരും എന്താ പറയുക, കുറച്ച് പ്രബലരായിട്ടുള്ള നല്ല ജോലിയിലൊക്കെ ഇരിക്കുന്ന ഇവരെ 10 പേർക്ക് അറിയാം. അപ്പോൾ അവർക്ക് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ടൊക്കെ നല്ല ബോധറേഷനുള്ള വ്യക്തിയാണ് എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ അതൊരു അതോറിറ്റേറ്റീവ് ടോണിൽ സംസാരിക്കാൻ ഇടയാക്കുന്നു എന്നൊരു രീതിയുണ്ട്. അത് കുറച്ച് കൺട്രോളിങ് ആയിട്ട് നിങ്ങളുടെ പേഴ്സണ് തോന്നാറുണ്ട്. ഓക്കെ, അതുപോലെ വീണ്ടും കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്, വളരെ നല്ല കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്ന് കാണുന്നു. ഒരു മീറ്റിംഗ് ആവട്ടെ, ഒരു പ്രോജക്റ്റ് ആവട്ടെ, അതിലൊക്കെ ഇവർ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, ആൾക്കാർ അപ്രിഷ്യേറ്റ് ചെയ്യാറുണ്ട്, ഒരു അപ്ലോസ് കിട്ടാറുണ്ട്. അത്രയും നല്ലൊരു ടോക്കറാണ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്നും ഇവർക്ക് അഭിപ്രായമുണ്ട് കേട്ടോ. സ്വയം നന്നായി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കണം. ഒരു പക്ഷേ പാട്ട് പാടുമായിരിക്കും, ആർട്ടിസ്റ്റിക്കലി കുറച്ച് നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുമായിരിക്കാം നിങ്ങളുടെ തേർഡ് പേഴ്സൺ. ഓക്കെ, ശബ്ദം വളരെ സ്വീറ്റായിട്ടുള്ള, നല്ല രസമുള്ള, ഓക്കെ, അങ്ങനെ ഒരു പെർഫോമർ ആയിരിക്കാം, അങ്ങനെയൊക്കെ കേട്ടോ. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അവരുടെ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇത് മതി അല്ലേ? അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ, കമൻറ്റും കൂടെ ചെയ്യണേ. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്തോളൂ. ഈയിടെയായിട്ട് കുറച്ച് തിരക്ക് കൂടുതലുണ്ട്, അതുകൊണ്ട് സമയമെടുത്ത് മാത്രമേ ചെയ്ത് തരാൻ പറ്റുള്ളൂ. സോ അതിനനുസരിച്ച് എനിക്കൊരു ടൈം തരണം കേട്ടോ. ഒരുപാട് പ്രസ് ചെയ്യാൻ പാടില്ല, തീർച്ചയായിട്ടും സെയിം ഡേ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മൈ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.